2006 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കൊടിക്കൂറ ഉയർന്നതോടുകൂടിയാണ് ജനപ്രതിനിധികൾ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത് എന്ന പുതിയ ഒരു പാഠം ഈ ജില്ലക്കാർ പഠിച്ചത്. അന്നു മുതൽക്ക് വികസനത്തിന്റെ ഒരു പുതിയ സംസ്കാരം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തപ്പെടുകയുണ്ടായി. പാർലമെന്റ് അംഗങ്ങൾ ജനങ്ങളോട് ബാധ്യതപ്പെടാത്തവരാണ്. അവർ മണ്ഡലത്തിലേക്ക് വരേണ്ടതില്ല. ഈ ഒരു കാഴ്ചപ്പാട് ഇന്നും നമ്മളുടെ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആരുടെയും തിട്ടൂരമില്ലാതെ ജനപ്രതിനിധികളെ കാണാനുള്ള സന്ദർഭവും സാഹചര്യവും ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നമുക്കുണ്ടാക്കിയെടുക്കണം. ഇത്ര കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ജനപ്രതിനിധികൾ, എംപിമാർ എന്താണ് ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി ചെയ്തത് എന്ന് അവർ ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം. കോൺക്രീറ്റായി യാഥാർത്ഥ്യമായ ഒരു പദ്ധതി പോലും ചൂണ്ടിക്കാണിച്ച് ഈ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടാൻ UDFന്റെ സ്ഥാനാർത്ഥിക്ക് സാധ്യമാവുകയില്ല എന്നുള്ളതാണ് വസ്തുതയും യാഥാർത്ഥ്യവും. നമ്മളുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യം പരിതാപകരമാണ്. എംപിയോട് ചോദിച്ചാൽ എംപി പറയും, അതെല്ലാം നൂതനവൽക്കരിക്കുവാൻ വേണ്ടി പോവുകയാണ്, പണം പാസ്സായിട്ടുണ്ട്. 5 കൊല്ലത്തിനിടയിൽ പണം പാസ്സാക്കി ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും നന്നാക്കാൻ സാധിക്കാത്ത ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ഈ നിയോജക മണ്ഡലത്തെ ഇനിയും പ്രതിനിധീകരിക്കുവാൻ സാധിക്കുക? കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനം പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയിലേക്ക് കൊണ്ടുവരാൻ എന്തേ UDFന്റെ സാരഥിക്ക് ഈ കാലം എത്രയും കൊണ്ട് കഴിഞ്ഞില്ല? ഒരു പോസ്റ്റ് ഓഫീസാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ചെറിയ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. ഈ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയിലേക്ക് ഒരു പോസ്റ്റ് ഓഫീസ് പോലും കൊണ്ടുവരാൻ മുൻകാലങ്ങളിൽ കഴിഞ്ഞ 5 വർഷം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടില്ല. കോൺക്രീറ്റായി ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പൊന്നാനി കോൾ നിലങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് വരാൻ പോകുന്നത് എന്നുദ്ഘോഷിക്കുമ്പോഴും ഈ 5 കൊല്ലത്തിനിടയിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയുടെ മേൽ ഒരു കുട്ട മണ്ണിട്ടുകൊണ്ട് ആ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കാൻ സാധ്യമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേ